നമസ്കാരം. ഭാഗവതവും മഹാഭാരതവും ഭഗവത്ഗീതയും രാമായണവും അനായാസമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വിവരിച്ച് കാണികളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് 9 വയസ്സുള്ള പരിധി മംഗലപ്പള്ളി. ഭഗവത്ഗീത വായിച്ചപ്പോൾ ഏതെങ്കിലും ഭാഗം നിരാശപ്പെടുത്തിയോ എന്ന് പരിധിയോട് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം പറയുക. ഭഗവത്ഗീതയുടെ ഏക ഉദ്ദേശം നമ്മളുടെ ഉള്ളിൽ മനസ്സമാധാനം നിറയ്ക്കുക എന്നതാണെന്ന് ഈ കൊച്ചുമിടുക്കി പറയുന്നു. ത്രിമൂർത്തികൾ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന മറുപടി ഉടനെത്തും. ത്രിമൂർത്തികളാണ് ഇവർ. ഇതിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നവനെങ്കിൽ വിഷ്ണു അത് സംരക്ഷിക്കുന്നു. ശിവനാകട്ടെ സംഹാരത്തിന്റെ ശക്തിയാണ്. എപ്പോഴാണ് ഒരു അവതാരം എത്തുക? ഈ ചോദ്യത്തിന് പരിധി ഉടനെ ആ ശ്ലോകം ചൊല്ലും. യഥാ യഥാ ഹി ധർമ്മസ്യ എന്നാരംഭിക്കുന്ന ആ ശ്ലോകം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ അപ്പോൾ അവതാര പുരുഷൻ എത്തുന്നു. ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഏറ്റവും ഇഷ്ടം ആരെ എന്ന് ചോദിച്ചാൽ പരിധി പറയും പാഞ്ചാലി. കാരണം ആത്മവിശ്വാസമുള്ള ഉജ്ജ്വലമായ വ്യക്തിയാണ് പാഞ്ചാലിയുടേതെന്നാണ് ഉത്തരം. ശകുനി മോശം സ്വഭാവക്കാരനാണ്. ശ്രീകൃഷ്ണ ഇത്രയും കരുത്തുള്ള ദൈവമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം യുദ്ധം തടയുന്നില്ല? പരിധിയുടെ ഉത്തരം ഇതാണ്. ഭഗവാൻ അറിയാം ദുര്യോധനന്റെ ഉള്ളിൽ തിന്മയുണ്ടെന്ന്. ഈ യുദ്ധത്തിൽ ആ തിന്മയുടെ മേൽ പാണ്ഡവരുടെ നന്മ വിജയിക്കുമെന്നും കൃഷ്ണൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം നടക്കാൻ അനുവദിക്കുന്നത്. പരിധി ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത്, ഭാഗവതം കൃഷ്ണൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ ഭഗവത്ഗീതയിലുള്ളത് കൃഷ്ണൻ ഉപദേശിച്ച കാര്യങ്ങളാണ്. കൃഷ്ണനെ എപ്പോഴും ഭജിച്ചുകൊണ്ടാണ് പരിധി ജീവിക്കുന്നത്. വെള്ളം കുടിക്കുമ്പോൾ നീ കുടിക്കുന്ന ഈ ജലത്തിന്റെ രുചിയാണെന്ന കൃഷ്ണന്റെ വാക്കുകൾ പരിധി ഓർക്കും. ഛത്രപതി ശിവജി മഹാരാജിനെയാണ് പരിധിക്ക് ഇഷ്ടം. കാരണം ശിവജി മഹാരാജ് ഏതെങ്കിലും ഒരു മതം നല്ലതും മറ്റൊന്ന് ചീത്തയെന്നും പറയുന്നില്ല. അദ്ദേഹം തന്റെ ധർമ്മത്തിൽ മാത്രം വിശ്വസിച്ചു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ശിവജി മഹാരാജ് വിഭജിക്കുന്നില്ല. ഭഗവത്ഗീത 7 തവണ വായിച്ചു കഴിഞ്ഞെന്നും ഓരോ തവണ വായിക്കുമ്പോഴും പുതിയത് ഏതെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുമെന്നും പരിധി പറയുന്നു. ഇനി വൈകാതെ താൻ 8ാമതും 9ാമതും എല്ലാം ഭഗവത്ഗീത വായിക്കാൻ സാധ്യതയുണ്ടെന്നും പരിധി പറയുന്നു. ഒരേ പുസ്തകം തന്നെയാണ് വായിക്കുന്നത്. വായിക്കുന്ന പുസ്തകം വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുന്നില്ല. എങ്കിലും വീണ്ടും വായിക്കുമ്പോൾ അയ്യോ ഇത് കഴിഞ്ഞ തവണ വായിച്ചപ്പോൾ കണ്ടില്ലല്ലോ എന്ന് തോന്നുന്നുവെന്നും പരിധി പറഞ്ഞു വെക്കുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ കൊച്ചുമിടുക്കി തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.